Good morning to all. 5 പോയിന്റ് വരെ പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. ഇനി 6th പോയിന്റാണ് പറയാൻ പോകുന്നത്. അതായത് ഇന്ത്യയിൽ ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അക്സെപ്റ്റബിലിറ്റി ഇൻ ഇന്ത്യ, മെനി സ്റ്റഡീസ് ഷോ ദാറ്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആർ സ്റ്റിൽ ഹാവിംഗ് ദ ഒപ്പീനിയൻ ദാറ്റ് ഫിനാൻഷ്യൽ ഓഡിറ്റ് ഈസ് സഫീഷ്യൻറ്റ് ടു ഡിറ്റക്ട് ഫ്രോഡ്. ദേ ആർ വെരി റിജിഡ് ഇൻ ദെയർ കൺസെപ്റ്റ്. അതായത് അക്സെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോറൻസിക് അക്കൗണ്ടിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അതായത് ഈ CA അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് പറയുന്നത്, ഇപ്പോഴും അവർ പറയുന്നത് ഫ്രോഡ് ആക്ടിവിറ്റി എന്തെങ്കിലും അക്കൗണ്ടിങ് ഫീൽഡിൽ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് ഈ പറയുന്ന ഓഡിറ്റ് മാത്രം മതി, ഓഡിറ്റ് ചെയ്താൽ മാത്രം മതി. എന്തെങ്കിലും ഫ്രോഡ് ഉണ്ടെങ്കിൽ അത് ആ ഓഡിറ്റിങ്ങിലൂടെ കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ എന്നാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ മൈൻഡ് റിജിഡ് ആക്കി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ കൺസെപ്റ്റ് എല്ലാം റിജിഡാണ്. ദാറ്റ് മീൻസ് അതൊന്ന് ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റി ചിന്തിക്കാൻ അവർ ശ്രമിക്കുന്നില്ല. അടുത്ത പോയിന്റ് എക്സ്പെൻസീവ് സിസ്റ്റം. അതായത് ഈ ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും കാര്യങ്ങളും എല്ലാം എന്താണ് വളരെ എക്സ്പെൻസീവ് ആണ്. ദ പ്രൊസീജിയേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫോറൻസിക് accounting are highly priced. Forensic accountant charge more than what is charged by financial auditor. അതായത് ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ പ്രൊസീജിയറും അതുപോലെ തന്നെ അതിൻ്റെ അഡ്മിനിസ്ട്രേഷനും എല്ലാം വളരെ പ്രൈസ്ഡ് ആണ്, വളരെ ചിലവ് കൂടിയതാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഓഡിറ്റർ ഈടാക്കുന്നതിനേക്കാൾ കൂടുതൽ ചാർജസ് ഫോറൻസിക് അക്കൗണ്ടൻറ്റ് ഈടാക്കും. അപ്പോൾ അവർക്ക് കൂടുതൽ പൈസ, ഫോറൻസിക് അക്കൗണ്ടൻസിന് ഫിനാൻഷ്യൽ ഓഡിറ്റേഴ്സിനേക്കാൾ കൂടുതൽ ക്യാഷ് അവർക്ക് ഫീസായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്താണ്, ഇതൊരു എക്സ്പെൻസീവ് സിസ്റ്റമാണ്. The lack of regulations. There is no proper accounting standard for forensic accounting. ഫോറൻസിക് അക്കൗണ്ടിങ്ങിന് വേണ്ടി പ്രോപ്പറായിട്ടുള്ളൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒന്നും നിലവിൽ ഇല്ല. അതും എന്താണ് ഒരു ചാലഞ്ചായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. സോ ഇത്രയുമാണ് ചാലഞ്ചസും വായിച്ചു നോക്കുക. ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ട്, മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നമ്മൾ ലീൻ അക്കൗണ്ടിങ്ങിലേക്കാണ് പോകുന്നത്. ലീൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ലീൻ അക്കൗണ്ടിങ്ങിനകത്ത് വരുന്ന 3 കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിൻലി ഇൻവോൾവ് ആവുന്നത്. എന്താണ്? ഒന്ന് വാല്യൂ ക്രിയേഷൻ, രണ്ടെന്ന് പറയുന്നത് ഒന്ന് വാല്യൂ ക്രിയേഷൻ, രണ്ടെന്ന് പറയുന്നത് വേസ്റ്റ് കുറയ്ക്കുക, ലെസ് വേസ്റ്റ്, മൂന്നാമത് പറയുന്നത് കണ്ടിന്യൂവസ് ഇംപ്രൂവ്മെൻറ്റ്. അതായത് ഈ അക്കൗണ്ടിങ് മേഖലകളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ലീൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കണ്ടിന്യൂവസ് ഇംപ്രൂവ്മെൻറ്റ് വഴി എന്താണ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിൽ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക, അതുപോലെ തന്നെ വേസ്റ്റ് കുറയ്ക്കുക, അതുപോലെ തന്നെ എന്താണ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ലീൻ അക്കൗണ്ടിങ്ങിൽ വരുന്നത്. സോ നമുക്ക് എന്താണെന്ന് നോക്കാം. ലീൻ അക്കൗണ്ടിങ് ഇൻ the simplified form is a systematic approach to eliminate waste in the accounting process through continuous improvement. അതായത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് നടത്തിക്കൊണ്ട് അക്കൗണ്ടിങ് പ്രോസസ്സിലെ വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുക എന്നതിനുള്ളൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് ലീൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ വേസ്റ്റ് എന്ന് പറയുന്നത് 3 തരത്തിലാണ്. ഇവിടെ ലീൻ അക്കൗണ്ടിങ്ങിൻ്റെ അണ്ടറിൽ 3 തരത്തിലാണ് വേസ്റ്റ് പറയുന്നത്. 1 മുറ, 2 മുറി, മുറ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഡ്യൂ ടു വേരിയേഷൻ മൂലമുണ്ടാവുന്ന വേസ്റ്റ്. ഇനി മുറി എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഡ്യൂ ടു ഓവർ ബർഡനിങ് പീപ്പിൾ, എക്യുപ്മെൻറ്റ് ഓർ സിസ്റ്റവും എക്യുപ്മെൻറ്റും പീപ്പിളിനും ഒക്കെ ഓവർ ബർഡനിങ് ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അമിത ഭാരം ഈ പീപ്പിളിൻ്റെയും എക്യുപ്മെൻറ്റ്സിൻ്റെയും സിസ്റ്റത്തിൻ്റെയും മുകളിൽ അമിതമായ ഭാരം ചുമത്തുന്നത് കൊണ്ട് ഉണ്ടാകുന്ന വേസ്റ്റ്. മൂട എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ, വെയിറ്റിംഗ്, ഓവർ പ്രൊഡക്ഷൻ, ഓവർ പ്രോസസ്സിംഗ്, മോഷൻ, ഇൻവെൻ്ററി ഡിഫക്റ്റ് ആൻഡ് ഡിസ്മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ. ഈ കാരണങ്ങൾ കൊണ്ടാണ് മൂഢ, അല്ലെങ്കിൽ കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന വേസ്റ്റാണ് മൂഢ എന്ന് പറയുന്നത്. ഈ മുകളിൽ പറഞ്ഞതിൽ ജനറലി മൂഢ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് വേസ്റ്റിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 1 എന്നും ടൈപ്പ് 2 എന്നും. ടൈപ്പ് 1 മൂഢ എന്ന് പറയുന്നത് നോൺ വാല്യൂ ആഡഡ് വർക്കാണ്. അതായത് വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടി, ആ ഒരു പ്രോസസ്സിലേക്ക് വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടി, വാല്യൂ ക്രിയേഷന് വേണ്ടിയുള്ളതല്ല, നോൺ വാല്യൂ ആഡഡ് ആണ്. ബട്ട് എന്താണ്, ദാറ്റ് ആർ നെസസറി ഫോർ ദ സിസ്റ്റം
ടു ഫങ്ഷൻ. സിസ്റ്റം ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഈ നോൺ വാല്യൂ ആഡഡ് വർക്ക്സും കൂടെ ആവശ്യമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് നോൺ വാല്യൂ ആഡഡ് വർക്കാണ്. അതേസമയം എന്താണ്, ഇത് നോൺ വാല്യൂഡ് ആണെങ്കിലും ആ ഒരു സംഭവം ഇല്ലാതെ അല്ലെങ്കിൽ ഈ ഒരു വർക്ക് ഇല്ലാതെ എന്താണ് സിസ്റ്റം ഫങ്ഷൻ ചെയ്യത്തില്ല. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഈ ടൈപ്പ് 1 മൂഡായി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് എന്താണ്, അത് റെഡ്യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്യാം, വേസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി. ഇങ്ങനെയുള്ള അത് ഫങ്ഷൻ ചെയ്യാൻ ആവശ്യമുള്ളത് മാത്രം മതി. അപ്പം എന്താണ്, ഇങ്ങനെ വരുമ്പോൾ ടൈപ്പ് 1 മൂഡായി അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. ബട്ട് നോട്ട് എലിമിനേറ്റഡ്, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്, സിസ്റ്റം ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ദിസ് ഈസ് നെസസറി. ഇനി ടൈപ്പ് 2 മൂഡ എന്ന് പറയുന്നത്, ടൈപ്പ് 2 മൂഡ ഇൻക്ലൂഡ് നോൺ വാല്യൂ ആഡഡ് ആൻഡ് അൺനെസസറി വർക്ക് ഓഫ് സിസ്റ്റം. ഇപ്പം ടൈപ്പ് 2 മൂഡ എന്ന് പറയുന്നത് എന്താണ്, അതും നോൺ വാല്യൂ ആഡഡ് വർക്കാണ്. ബട്ട് എന്താണ്, അത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെയല്ല, സിസ്റ്റം വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ആവശ്യം ഇല്ല. ഈ ഒരു വർക്ക് സിസ്റ്റം വർക്ക് ചെയ്യാനോ ആവശ്യമില്ല. ഇതെന്താണ്, നോൺ വാല്യൂ ആഡഡുമാണ്. അങ്ങനെ വരുന്ന സമയങ്ങളിൽ ടൈപ്പ് 2 മൂഡ എന്ന് പറയുന്നത് എന്താണ്, ടൈപ്പ് 1 പോലെയല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് ടൈപ്പ് 1ലും ടൈപ്പ് 2ലും വരുന്നത് എന്താണ് എന്നൊന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. അപ്പം ഇത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. സോ ഇനി ലീൻ അക്കൗണ്ടിങ്ങിനെ കുറിച്ച്, ലീൻ അക്കൗണ്ടിങ്ങിൻ്റെ നീഡ്സ്, അതുപോലെ തന്നെ ലീൻ അക്കൗണ്ടിങ്ങും ട്രഡീഷണൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, ദെൻ ലീൻ അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ, ഇത്രയും കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് നോക്കാനുള്ളത്. ലീൻ അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ നീഡ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ്, ടൈംലി ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ റിപ്പോർട്ട്സ്. ലീൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് സിംപ്ലിഫൈഡ് ഫോമിലാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ടൈംലി ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ റിപ്പോർട്ട്സ്, പ്ലെയിൻ ഇംഗ്ലീഷിലാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ എന്താണ്, ഇത് മനസ്സിലാക്കാൻ ആർക്ക് വേണമെങ്കിലും ഒരു കോമൺ പീപ്പിൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ടൈംലി ഇൻഫോർമേഷൻ ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റാൻഡ് ബൈ എവരി വൺ ഇൻസ്റ്റെഡ് ഓഫ് ട്രഡീഷണൽ കോംപ്ലിക്കേറ്റഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിന് പകരം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അതേസമയം ആ തക്ക സമയത്ത് തന്നെ ടൈംലി ആയിട്ട് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് ലീൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത് ഇവിടെ പറയുന്നുണ്ട്, ലീൻ അക്കൗണ്ടിങ് ക്രിയേറ്റ്സ് പ്ലെയിൻ ഇംഗ്ലീഷ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് എവരി വൺ ഇൻ ദ കമ്പനി ക്യാൻ റീഡ്ലി അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ്. അതായത് പ്ലെയിൻ ഇംഗ്ലീഷിലാണ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനും അത് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എന്താണ്, പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ടൈംലി ആയിട്ട് ഇൻഫോർമേഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എല്ലാം എന്താണ്, കറക്റ്റ് സമയത്ത് വേണ്ട വിവരങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ സിംപ്ലിഫൈഡ് ഫോമിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ബെറ്റർ ഡിസിഷൻ എടുക്കാൻ സാധിക്കും. ദെൻ വാല്യൂ ക്രിയേഷൻ ആണ് പറയുന്നത്. ബെറ്റർ ഡിസിഷൻ, അതായത് കറക്റ്റ് സമയത്ത് ഇൻഫോർമേഷൻ സിംപ്ലിഫൈഡ് ഫോമിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കിട്ടിയാൽ എന്താണ്, കറക്റ്റായിട്ടുള്ള ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എന്താണ്, വാല്യൂ ക്രിയേഷനിലേക്ക് ലീഡ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ബെറ്റർ ഡിസിഷൻ ലീഡ്സ് ടു ബെറ്റർ പ്രൈസിങ്, പ്രൊഡക്ഷൻ, ഡിസൈൻ, ലോ ഇൻവെൻട്രി, ഷോർട്ട് ലീഡ് ടൈംസ്, ബെറ്റർ കസ്റ്റമർ സർവീസ് ആൻഡ് ഹൈ പ്രൊഡക്ടിവിറ്റി. അതായത് നല്ല രീതിയിൽ പ്രൈസിങ് നടത്താനും പ്രൊഡക്ഷൻ നടത്താനും ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ ലോ ഇൻവെൻട്രീസ് അതുപോലെ തന്നെ ഷോർട്ട് ലീഡ് ടൈം, ബെറ്റർ കസ്റ്റമർ സർവീസ്, ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം എന്താണ്, ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുമ്പോൾ അവിടെയും എന്താണ്, അവിടെ വാല്യൂ ക്രിയേറ്റഡ് ആവും. സോ അടുത്തത് റോഡ് മാപ്പ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. Lean accounting correctly shows that potential financial benefit of the lean improvement and concentrate on the tactic required to realize the benefit. അതായത് ഇത് ഈ ഒരു ലീൻ അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് 3 കാര്യത്തിലൊന്നെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ലീൻ അക്കൗണ്ടിങ് എന്താണ്, പൊട്ടൻഷ്യൽ ഫിനാൻഷ്യൽ
ബെനഫിറ്റ്സ് ഓഫ് ലീൻ ഇംപ്രൂവ്മെൻറ്റ് എത്രമാത്രമുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അക്കൗണ്ടിങ് മേഖലയിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണം എന്നുള്ള കാര്യത്തിലൊക്കെ എന്താണ് കറക്റ്റായിട്ട് ലീൻ അക്കൗണ്ടിങ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഷോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്ന് കാണിക്കുന്നു, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഫിനാൻഷ്യൽ ബെനഫിറ്റ്സിന് അല്ലെങ്കിൽ ലീൻ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയുള്ള പൊട്ടൻഷ്യൽ ഫിനാൻഷ്യൽ ബെനഫിറ്റ്സ് ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് കാണിക്കുന്നു. ദെൻ എന്താണ് അങ്ങനെയുള്ള ടാറ്റിക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ റിയലൈസ് ചെയ്തിട്ട് ആ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എന്താണ് ഇങ്ങനെയുള്ള ടാറ്റിക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ദെൻ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻ്റ് ആണ് അടുത്തത് പറയുന്നത്. ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ മെഷർമെൻറ്റ് ആഫ്റ്റർ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലീൻ അക്കൗണ്ടിങ് മോട്ടിവേറ്റ് ലീൻ തിങ്കിങ് ആൻഡ് പുഷ് എവരിബഡി അഹെഡ് ഓഫ് വാട്ട് യു മെഷർ ഈസ് വാട്ട് വിൽ ബി ഇംപ്രൂവ്ഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അവിടെ പറയുന്നത്. ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ മെഷർമെൻറ്റ്, ഈ ഒരു ലീൻ അക്കൗണ്ടിങ് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ മെഷർമെൻറ്റ് എന്താണ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ മെഷർമെൻറ്റ് അതിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നു. ലീൻ അക്കൗണ്ടിങ് മോട്ടിവേറ്റ് ചെയ്യുന്നു, ലീൻ തിങ്കിങ്ങിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നു. ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ മെഷർമെൻറ്റ് ആഫ്റ്റർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലീൻ അക്കൗണ്ടിങ്, ലീൻ അക്കൗണ്ടിങ്ങിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് ശേഷമുള്ള ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ മെഷർമെൻറ്റ്സ് എന്താണ് ലീൻ തിങ്കിങ്ങിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നു. ദെൻ അടുത്തത് വർക്കിംഗ് ബൈ വാല്യൂ സ്ട്രീം. ഇറ്റ് എലിമിനേറ്റ്സ് വേസ്റ്റ്ഫുൾ ട്രാൻസാക്ഷൻ ഫ്രം ദ സിസ്റ്റം സോ ദാറ്റ് സിമ്പിൾ ആൻഡ് മച്ച് ലെസ് വർക്ക് ഈസ് ഫോർ ദ അക്കൗണ്ടൻസ്, ഓപ്പറേഷണൽ പീപ്പിൾ, എഞ്ചിനീയേഴ്സ്, സോ ഓൺ. ഇത് ഇത്രയേ ഉള്ളൂ. വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നത് വഴി ഓരോ സിസ്റ്റത്തിലെ ട്രാൻസാക്ഷൻസിൻ്റെ എല്ലാ അല്ലെങ്കിൽ വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള സിസ്റ്റത്തിൽ നിന്നും വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഈ ഒരു മേഖല സിമ്പിൾ ആവുന്നു. ദെൻ എന്താണ് ഇത് അക്കൗണ്ടൻസിനും ഓപ്പറേഷണൽ പീപ്പിൾസിനും എഞ്ചിനീയേഴ്സ്, മാനേജേഴ്സ്, സൂപ്പർവൈസർ ഇങ്ങനെയുള്ളവർക്ക് എന്താണ് അവരുടെ വർക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇനി customer value. Lean accounting has been value stream. Team members have a clean focus on the value created for the customers. ഇപ്പോൾ ലീൻ അക്കൗണ്ടിങ്ങിന് എന്താണ് ഒരു വാല്യൂ സ്ട്രീം ടീം മെമ്പേഴ്സ് തന്നെയുണ്ട്. അവരെന്താണ് കസ്റ്റമേഴ്സിന് വാല്യൂ ക്രിയേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആ ഒരു മേഖലകളിൽ ക്ലിയർ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നു. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് റീപ്ലേസ്മെൻറ്റ് ഓഫ് ട്രഡീഷണൽ അക്കൗണ്ടിങ് ടെക്നിക്സ്. ഇറ്റ് റീപ്ലേസ് ട്രഡീഷണൽ അക്കൗണ്ടിങ് മെഷർമെൻറ്റ് വിത്ത് ഫ്യൂ ആൻഡ് ഫോക്കസ് ലീൻ പെർഫോമൻസ് മെഷർമെൻറ്റ് ദാറ്റ് മോട്ടിവേറ്റ് ലീൻ ബിഹേവിയർ അറ്റ് ഓൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ക്രിയേറ്റ് കണ്ടിന്യൂസ് ലീൻ ഇംപ്രൂവ്മെൻറ്റ്. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള അക്കൗണ്ടൻസിൻ്റെ കുറേ ഭാഗമൊക്കെ അല്ലെങ്കിൽ അവരെന്താണ് അത് റീപ്ലേസ് ചെയ്തുകൊണ്ട് ലീൻ പെർഫോമൻസിലേക്ക് എന്താണ് അല്ലെങ്കിൽ ലീൻ പെർഫോമൻസ് മെഷർമെൻറ്റിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ട്രഡീഷണൽ ആയിട്ടുള്ള അക്കൗണ്ടിങ് ടെക്നിക്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ലീൻ അക്കൗണ്ടിങ് ഫീൽഡിലുള്ള അല്ലെങ്കിൽ സിസ്റ്റത്തിലെ ട്രാൻസാക്ഷൻസ് എല്ലാം വേസ്റ്റ്ഫുൾ ട്രാൻസാക്ഷൻസ് എലിമിനേറ്റ് ചെയ്യുന്നു, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്സ് നടത്തുന്നു, ദെൻ എന്താണ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ലീൻ അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ ട്രഡീഷണൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ട്രഡീഷണൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ലാർജ് കോംപ്ലക്സ് ആൻഡ് വേസ്റ്റ്ഫുൾ പ്രോസസ്സ്, വളരെ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. അതുപോലെ തന്നെ എന്താണ് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്, അതിനകത്ത് എന്താണ് ലാർജ് എമൗണ്ട് ഓഫ് നോൺ വാല്യൂ ആഡഡ് വർക്കിംഗ് ഉണ്ട്. അതേസമയം ലീൻ അക്കൗണ്ട് ആണെങ്കിൽ ക്വിക്കാണ്, സിമ്പിളാണ്, ടൈംലി ആണ്. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രഡീഷണൽ അക്കൗണ്ടിങ്ങിൻ്റെ അണ്ടറിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് എല്ലാവർക്കും അത് മനസ്സിലാവുന്ന രീതിയിൽ ആകണമെന്നില്ല. ബട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ലീൻ അക്കൗണ്ടിൻ്റെ അണ്ടറിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്ലെയിൻ ഇംഗ്ലീഷിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയാണ്. ദെൻ വെൻ ട്രഡീഷണൽ അക്കൗണ്ടിങ് എനേബിൾ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്, ട്രഡീഷണൽ അക്കൗണ്ടിങ്ങിൽ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് ആണ് നടത്തുന്നതെങ്കിൽ ലീൻ അക്കൗണ്ടിങ്ങിൽ എന്താണ് വാല്യൂ ബേസ്ഡ് പ്രൈസിങ് ആണ് നടത്തുന്നത്. ട്രഡീഷണൽ അക്കൗണ്ടിങ്ങിലെ അല്ലെങ്കിൽ ട്രഡീഷണൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ആനുവൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ്. ട്രഡീഷണൽ അക്കൗണ്ടിങ്ങിലെ ആനുവൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നു. ലീൻ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ അതേസമയം എന്താണ് വീക്ക്ലി വാല്യൂ സ്ട്രീം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വേറെ ലീൻ അക്കൗണ്ടിങ് സപ്പോർട്ട്സ് വീക്ക്ലി വാല്യൂ സ്ട്രീം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്.
അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് ട്രഡീഷണൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഗീവ് ഇമ്പോർട്ടൻസ് ടു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് വേരിയൻസ്. ട്രഡീഷണൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് വേരിയൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലീൻ അക്കൗണ്ടിങ് സിക്സ് ടു മാക്സിമൈസ് ഫ്ലോ ത്രൂ വാല്യൂ സ്ട്രീം. വാല്യൂ സ്ട്രീം വഴി എന്താണ് മാക്സിമം ലീൻ അക്കൗണ്ടിങ് സീക്സ് ടു മാക്സിമൈസ് ഫ്ലോ ത്രൂ ദ വാല്യൂ സ്ട്രീം. അപ്പം എന്താണ് ട്രഡീഷണൽ അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിനും വേരിയൻസിനുമാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. അതേസമയം ലീൻ അക്കൗണ്ടിങ് സീക്സ് ടു മാക്സിമൈസ് ഫ്ലോ ത്രൂ വാല്യൂ സ്ട്രീം. അവിടെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാനാണ് കൂടുതലും ശ്രമിക്കുന്നത്. ഇനി സിക്സ്ത് പോയിന്റ് പറയുന്നത് ട്രഡീഷണൽ അക്കൗണ്ടിങ്ങിൽ ഇൻ ട്രഡീഷണൽ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൈസിങ് ഓർ ഓർഡർ ടേക്കിംഗ് ഡിസിഷൻ ആർ ബേസ്ഡ് ഓൺ കോസ്റ്റ് പ്ലസ് മാർജിൻ. ട്രഡീഷണൽ രീതിയിൽ അക്കൗണ്ടിങ്ങിൽ വരുമ്പം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പ്രൈസിങ്ങും അതുപോലെ തന്നെ ഓർഡർ എടുക്കേണ്ട അല്ലെങ്കിൽ ഓർഡർ ടേക്കിംഗ് ഡിസിഷൻസും എല്ലാം തീരുമാനിക്കുന്നത് കോസ്റ്റ് പ്ലസ് മാർജിൻ. പ്രൈസ് തീരുമാനിക്കുമ്പോൾ കോസ്റ്റ് അതിൻ്റെ കൂടെ ഒരു മാർജിൻ ഇട്ടിട്ടാണ്. അതേസമയം ലീൻ അക്കൗണ്ടിങ്ങിൽ എന്താണ് വാല്യൂ ക്രിയേറ്റഡ് ഫോർ കസ്റ്റമർ ഫോർ ടേക്കിംഗ് സച്ച് ഡിസിഷൻ. ഇവിടെ പ്രൈസിങ് തീരുമാനിക്കുന്നത് എന്താണ് വാല്യൂ, എത്രമാത്രം വാല്യൂ അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ബേസിലാണ്. സോ ലാസ്റ്റ് ലീൻ അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത് സിമ്പിൾ ആൻഡ് ലീൻ ബിസിനസ് അക്കൗണ്ടിങ്. അപ്പം എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്താണ് സിമ്പിളായിട്ടുള്ളൊരു അക്കൗണ്ടിങ് മെത്തേഡാണ്. ഇൻ ഓർഡർ ടു മേക്ക് അക്കൗണ്ടിങ് പ്രോസസ് ലീൻ മെത്തേഡ് ഷുഡ് ബി അപ്ലൈഡ് ടു ദ അക്കൗണ്ടിങ് പ്രോസസ്. അക്കൗണ്ടിങ് പ്രോസസ്സ് ലീൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആക്കാൻ വേണ്ടി എന്നുള്ളതാണ്. അക്കൗണ്ടിങ് പ്രോസസ്സ് സിമ്പിൾ ആക്കാൻ വേണ്ടി ലീൻ മെത്തേഡ്സ് അക്കൗണ്ടിങ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്നു. സം ഓഫ് ദ അക്കൗണ്ടിങ് പ്രോസസ് കണ്ടെയ്ൻ, അങ്ങനെ ലീൻ ആയിട്ട് അക്കൗണ്ടിങ് ലീൻ മെത്തേഡ്സ് ആണ് മൂഡ ടൈപ്പ് 1 അതുപോലെ തന്നെ മൂഡ ടൈപ്പ് 2 ഒക്കെ എന്ന് പറയുന്നത്. ബട്ട് മോസ്റ്റ് അക്കൗണ്ടിങ് പ്രോസസ് ആർ മൂഡ ടൈപ്പ് 2. സംടൈംസ് അക്കൗണ്ടിങ് പ്രോസസ് കണ്ടെയ്ൻസ് മൂഡ ടൈപ്പ് 1 ബട്ട് മോസ്റ്റ് അക്കൗണ്ടിങ് പ്രോസസ് ആർ മൂഡ ടൈപ്പ് 2. അതായത് ചില സമയങ്ങളിൽ എന്താ മൂഡ ടൈപ്പ് 1 എന്ന് പറയുന്ന മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യും, ചിലപ്പോൾ മൂഡ ടൈപ്പ് 2 എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. കൂടുതൽ കേസിലും ടൈപ്പ് 2 ആയിരിക്കും. ദ ടൂൾ ഓഫ് ലീൻ മസ്റ്റ് ബി ഓക്കെ അത്രയും നോക്കിയാൽ മതി. ദെൻ ഇതിൻ്റെ പ്രാക്ടീസ് എന്ന് പറയുന്നത് കോസ്റ്റ് മാനേജ്മെൻറ്റ് കൺട്രോൾ, എലിമിനേഷൻ ഓഫ് വേസ്റ്റേജ് ഫ്രം പ്രോസസ് റിപ്പോർട്ടിംഗ് ആൻഡ് അതർ അക്കൗണ്ടിങ് മെത്തേഡ്സ് എക്സെട്ര. ടൂൾ ഓഫ് ലീൻ മാനേജ്മെൻറ്റ് ടൂൾസ് എന്ന് പറയുന്നത് വാല്യൂ സ്ട്രീം മാപ്പിംഗ്, കെയ്സാൻ, PDCS എക്സെട്ര. ദെൻ അടുത്തത് പറയുന്നത് അക്കൗണ്ടിംഗ് പ്രോസസ് ദാറ്റ് സപ്പോർട്ട് ദ lean transformation. Lean accounting focus on measuring and understanding the value created for customers. അപ്പോൾ കസ്റ്റമേഴ്സിന് എത്രമാത്രം വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിലാണ് ലീൻ അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എത്രമാത്രം വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവർ കറക്റ്റായിട്ട് മനസ്സിലാക്കി മെഷർ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഇറ്റ് യൂസസ് ദിസ് ഇൻഫോർമേഷൻ ടു എൻഹാൻസ്ഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഇവർ കളക്ട് ചെയ്യുന്ന ഇങ്ങനെ മനസ്സിലാക്കുന്ന കസ്റ്റമേഴ്സിനെ എത്രമാത്രം വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ കസ്റ്റമേഴ്സിലേക്ക് എത്രമാത്രം വാല്യൂ ക്രിയേറ്റഡ് ആയിട്ടുള്ള കാര്യം അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മെഷർ ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ലീൻ അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്നു. ഇങ്ങനെ ഇവർക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് അവർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എൻഹാൻസ് ചെയ്യും. പ്രൊഡക്റ്റ് ഡിസൈന്, പ്രൊഡക്റ്റ് പ്രൈസിങ് ഒക്കെ അവർ എൻഹാൻസ് ചെയ്യും. അതായത് കസ്റ്റമേഴ്സിനുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ എന്താണ് അവരുടെ ഡിസയർ, അവർക്ക് എന്താണോ ആവശ്യം അവരാഗ്രഹിക്കുന്ന പോലെ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ പ്രോഡക്റ്റ് പ്രൈസിങ്, അതുപോലെ തന്നെ ലീൻ ഇംപ്രൂവ്മെൻ്റ് കാര്യങ്ങളെല്ലാം നടത്തും. ഇനി പ്രാക്ടീസ് എന്ന് പറയുന്നത് കോസ്റ്റ് മാനേജ്മെൻറ്റ്, കസ്റ്റമർ ആൻഡ് സപ്ലൈ വാല്യൂ ആൻഡ് കോസ്റ്റ് മാനേജ്മെൻറ്റ് കൺട്രോൾ ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. ടൂൾ ഓഫ് ലീൻ മാനേജ്മെൻറ്റ് വാല്യൂ സ്ട്രീം, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബോക്സ് കോഴ്സ്, വിഷ്വൽ പെർഫോമൻസ് ചാർട്ട്. ഇതിനടുത്ത് ക്ലിയർ ആൻഡ് ടൈംലി കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ആണ് തേർഡ് പ്രിൻസിപ്പിൾ പറയുന്നത്. ലീൻ അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ദാറ്റ് ആർ റീഡ്ലി അണ്ടർസ്റ്റാൻഡബിൾ ടു എനി വൺ ഇൻ ദ കമ്പനി. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഈ ലീൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ലീൻ അക്കൗണ്ടിങ് വഴി പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ളതാണ്. കമ്പനിയിലെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ്. ഇതിവിടെ പ്ലെയിൻ ഇംഗ്ലീഷാണ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സോ അവിടെ പ്രസൻറ്റ് ചെയ്യുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്, കോംപ്ലിക്കേറ്റഡ് അല്ല, മനസ്സിലാക്കാം, ഈസി ആയിട്ട് എല്ലാവർക്കും ആ കമ്പനിയിലുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. Then practice financial reporting, visual reporting of financial
and non-financial measurement. Tools of lean management, plain English financial statement and primarily reporting using visual performance board. അടുത്ത planning and budgeting from lean perspective. Lean planning start with the Hoshin policy deployment. അതായത് ഹോഷിൻ പ്ലാൻ ആർ ടിപ്പിക്കലി ഡെവലപ്പ് ആനുവലി ആൻഡ് റിവ്യൂഡ് മന്ത്ലി. അത് ഇങ്ങനൊരു പ്ലാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഹോഷിൻ പോളിസി ഡെപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹോഷിൻ പ്ലാൻ എന്ന് പറയുന്നത് ടിപ്പിക്കലി ഡെവലപ്ഡ് ആനുവലി ആൻഡ് റിവ്യൂഡ് മന്ത്ലി ആനുവലിയും മന്ത്ലിയും റിവ്യൂ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പം ലീൻ പ്ലാനിങ് എന്താണ്? ഈ ഒരു ഹോഷിൻ പോളിസി ഡെപ്ലോയ്മെൻറ്റ് കൂടെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത് ആൻഡ് റൺസ് ത്രൂ ദ മന്ത്ലി സെയിൽസ് ഓപ്പറേഷൻസ് ആൻഡ് ഫിനാൻഷ്യൽ പ്ലാനിങ് പ്രോസസ് ലീഡിങ് ടു ആൻ ഇൻറ്റഗ്രേറ്റഡ് ഗെയിം പ്ലാൻ ഫോർ ദ ഓർഗനൈസേഷൻ. അതായത് ഇവരുടെ ഈ പറയുന്ന സെയിൽസും കമ്പനിയിലെ മന്ത്ലി സെയിൽസും ഓപ്പറേഷൻസും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം എന്താണ്? ആനുവലിയും മന്ത്ലിയും ഒക്കെ എന്താണ്? റിവ്യൂ ചെയ്യും. ദീസ് പ്ലാൻസ് ആർ ഓൾ മെയ്ഡ് അറ്റ് വാല്യൂ സ്ട്രീം ലെവൽ അറ്റ് യൂസ് ലീൻ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. അപ്പം ഇങ്ങനെ കിട്ടുന്ന അല്ലെങ്കിൽ ഈ റിവ്യൂ ചെയ്ത് കിട്ടുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? അവർ അക്കൗണ്ടിങ് ഇൻഫോർമേഷനിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വാല്യൂ സ്ട്രീം ലെവലിലേക്ക് യൂസ് ചെയ്യും. ദെൻ പ്രാക്ടീസ് എന്ന് പറയുന്നത് പ്ലാനിങ്, ബഡ്ജറ്റിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പീപ്പിൾ. ടൂൾസ് പറയുന്നത് SOFP, ഹോഷിൻ പ്ലാൻ, 5S എന്ന് പറയുമ്പം സോർട്ട്, സെറ്റിംഗ്, ഷൈൻ, സ്റ്റാൻഡർഡൈസ് ആൻഡ് സസ്റ്റെയിൻ. ഇതാണ് 5S പറയുന്നത്. ദെൻ സ്ട്രെങ്തൻ ഇന്റേണൽ അക്കൗണ്ടിങ് കൺട്രോൾ. ലാസ്റ്റ് പ്രിൻസിപ്പിൾ, അക്കൗണ്ടിങ് കൺട്രോൾ ഹാവ് always been important and it is essential that lean accounting enhance these controls and does not weaken them. അതായത് അക്കൗണ്ടിങ് കൺട്രോൾസിന് ലീൻ അക്കൗണ്ടിങ്ങിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ലീൻ അക്കൗണ്ടിങ് എൻഹാൻസ് ദീസ് കൺട്രോൾ. ഈ കൺട്രോൾസിനെ ഒന്നും ഒഴിവാക്കുന്നൊന്നുമില്ല, എന്താ കൂടുതലും എന്താണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള അക്കൗണ്ടിങ് കൺട്രോൾസിനെ എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് അതിനെ വീക്ക് ആക്കുന്നില്ല. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബ്രിങ് ദ companies auditors into the lean accounting process at the earlier stage. അതായത് എന്താണ് ലീൻ അക്കൗണ്ടിങ്ങിലേക്ക് കമ്പനി ഓഡിറ്റ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബ്രിങ് ദ കമ്പനി ഓഡിറ്റേഴ്സ് ഇൻ ടു ദ ലീൻ അക്കൗണ്ടിങ് പ്രോസസ് അറ്റ് ഏർലിയർ സ്റ്റേജ്. എന്താണ് ലീൻ അക്കൗണ്ടിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളതാണ് പറയുന്നത്. കമ്പനീസ് ദാറ്റ് യൂസ് ലീൻ അക്കൗണ്ടിങ് ഹാവ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇൻഫർമേഷൻ റാദർ ദാൻ ട്രഡീഷണൽ അക്കൗണ്ടിങ് കമ്പനി. അതായത് കമ്പനി ഓഡിറ്റേഴ്സ് എല്ലാം ഏർലിയർ സ്റ്റേജിൽ തന്നെ എന്താണ് ലീൻ അക്കൗണ്ടിങ്ങിലേക്ക് മാറണം. കാരണം ലീൻ അക്കൗണ്ടിങ്ങിലാണ് അല്ലെങ്കിൽ ലീൻ അക്കൗണ്ടിങ് ആണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ റെക്കോർഡ്സിൽ നിന്നുമുള്ള ഇൻഫോർമേഷൻസ് എല്ലാം ഈസിലി ആക്സസിബിൾ ആയിരിക്കും, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നതായിരിക്കും. ട്രഡീഷണൽ അക്കൗണ്ടിങ്ങിൽ പോലെ എന്താണ് മനസ്സിലാക്കാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നും ആയിരിക്കില്ല. പ്രാക്ടീസ് ലീൻ ഓപ്പറേഷണൽ ഇന്റേണൽ കൺട്രോൾ, ടൂൾസ് ഓഫ് മാനേജ്മെന്റ്, ട്രാൻസാക്ഷൻ എലിമിനേഷൻ മെട്രിക്സ്, പ്രോസസ് മാപ്സ്, സിമ്പിൾ മെത്തേഡ്സ് ഓഫ് ഇൻവെന്ററി വാലുവേഷൻ. ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രിൻസിപ്പിൾ ഏത് മേഖലയിലാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഫീൽഡ് ഏതാണ്, അതുപോലെ തന്നെ അവർ ലീൻ മാനേജ്മെൻറ്റ് ഈ ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ലീൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. സോ അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകണം. ഞാൻ ഒരുപാട് പറയുന്നില്ല, കാരണം ഇത് നമുക്കൊരു ചെറിയ പോർഷൻസേ പഠിക്കാനുള്ളൂ. എന്താണ് ലീൻ അക്കൗണ്ടിങ്, അതിൻ്റെ നീഡ്, ഡിഫറൻസ്, പ്രിൻസിപ്പിൾസ്, ഈ 3 കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, റിലവൻസ്, ടെക്നിക്സ്, ഫങ്ഷന്, അതുപോലെ തന്നെ ഇതിൻ്റെയും ഡിഫറൻസും, എന്താണ് ഫോറൻസിക് അക്കൗണ്ടിങ്, ടൈപ്പ് ഓഫ് ഫ്രോഡ്സ് ഒന്ന് നോക്കി ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ, ഒന്ന് മനസ്സിലാക്കി വെക്കുക. എങ്ങാനും ബൈ ചാൻസ് നമുക്ക് എക്സാമിന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഞാൻ പറഞ്ഞത്. ഫങ്ഷൻസും ടെക്നിക്സും ഇമ്പോർട്ടൻ്റ് ആണ് ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ. അതുപോലെ തന്നെ ചാലഞ്ചസും റിലവൻസും ഒക്കെ ഒന്ന് പഠിച്ചിരിക്കുക. സോ ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.